ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അനാമിയെ വിളിച്ചു പറഞ്ഞ വിശേഷങ്ങൾ കേട്ട ഉടനെ തന്നെ വേണു പറയുന്നുണ്ട്, നീ ഈ കാര്യമെല്ലാം ഹോസ്പിറ്റലിൽ ചെന്ന് ദേവയാനിയോട് പറഞ്ഞു കൊടുക്കണം, എന്നിട്ട് ദേവയാനിയെ ചൂട് പിടിപ്പിക്കണം, എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന്. ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം അച്ഛാന്ന് അനാമിക സമ്മതിക്കുന്നുണ്ട്. ഫോൺ വെച്ച് കഴിയുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഇതെന്തൊരു സ്വഭാവമുള്ള ആൾക്കാരാ, ആ മുത്തശ്ശനും മുത്തശ്ശിക്കും ഈ സ്വർണ്ണം എല്ലാം കൂടെ നയനയ്ക്ക് കൊണ്ട് കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ, നമ്മുടെ മോക്കൂടെ കുറച്ച് കൊടുത്തുകൂടായിരുന്നു. അപ്പോൾ വേണു പറയും, അയാൾക്ക് വലിയൊരു മാരകമായ രോഗമുണ്ട്, മുടിഞ്ഞ കാശായത് കാരണം വലിയ ചികിത്സയൊക്കെ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് അയാൾ തട്ടിപ്പോകാതെ ഇങ്ങനെ ജീവിക്കുന്നത്. ആ ദേവയാനിക്കാണെങ്കിൽ കുറച്ച് രക്തമെങ്കിലും കൊടുക്കാൻ ഞാൻ മോളോട് പറഞ്ഞായിരുന്നു, അവൾ അത് ചെയ്തില്ല. കരളോ കൊടുക്കണ്ട, ഇതെങ്കിലും ചെയ്തുകൂടായിരുന്നോ എന്ന് രേവതി പറയുമ്പോൾ വേണു പറയുന്നുണ്ട്, അതാണ് നമ്മളുടെ മോളുടെ ഏറ്റവും വലിയ ഫോൾട്ടെന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്ത് കൂടെ നിന്നിരുന്നെങ്കിൽ ഇപ്പം ദേവയാനി ഇവളെ കൈവെള്ളെ കൊണ്ട് നടക്കില്ലായിരുന്നു, ഇഷ്ടം പോലെ സ്വത്തും കൊടുത്തേനും. ഇതൊന്നും അവളോട് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകത്തില്ല, നീ എങ്കിലും പറഞ്ഞു മനസ്സിലാക്കിക്കണമെന്നൊക്കെ പറയും. പിന്നെ നയനയോട് നവിയോടും ഒക്കെ ഏറ്റവും കൂടുതൽ ദേഷ്യം നമ്മുടെ മോൾക്ക് തന്നെ ആവുകൊണ്ട് അവൾ ഹോസ്പിറ്റലിൽ ചെന്ന് ദേവയാനിയെ നന്നായിട്ട് ചൂട് പിടിപ്പിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ദേവയാനിയെ ചൂട് പിടിപ്പിക്കാനായിട്ട് ജാനകിയായിട്ട് അനാമിക ഹോസ്പിറ്റലിൽ വരും. എന്നിട്ട് സങ്കടപ്പെട്ട ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പം ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്, അനിയുമായിട്ട് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോയെന്ന്. എനിക്ക് എന്നോടുള്ള അകൽച്ച ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് വല്യമ്മേ, അതൊന്നും അല്ല ഇപ്പോൾ എൻ്റെ ശരിക്കുള്ള സങ്കടമെന്ന് പറയും. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, മോളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സങ്കടമെന്ന് പറയുന്നത് അച്ഛനും അമ്മയും ചെയ്ത ഒരു പ്രവൃത്തിയാണെന്ന് പറയും. അതെന്താ എന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട്. അമ്മയുടെ കയ്യിൽ അമൂല്യമായി കുറേ സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, കുറേ പഴയ ഫാഷനിലുള്ളതൊക്കെ, അത് മുഴുവൻ അമ്മ നയനയ്ക്ക് കൊടുത്തെന്ന് പറയും. എന്തിനാ അത് അവൾക്ക് കൊടുത്തത്, എല്ലാവരും കൂടി അവൾക്ക് ഒരുപാട് പാരിതോഷികങ്ങളൊക്കെ ഇപ്പം കൊടുക്കുന്നുണ്ടല്ലോ, എന്താ കാര്യമെന്ന് ദേവയാനി തിരക്കുന്നുണ്ട്. അപ്പം അനാമിയെ പറയും, എന്തായാലും അവൾക്ക് ഒത്തിരി സ്വർണം കൊണ്ട് കൊടുത്തു, എനിക്കങ്ങനെ സ്വർണത്തിനോടുള്ള ആർത്തിയൊന്നുമില്ല, എന്നാലും ഞാൻ ആ കുടുംബത്തിലെ ഏറ്റവും ഇളയ മരുമോളല്ലേ, എനിക്കൂടെ അതിനകത്തുനിന്ന് കുറച്ച് സ്വർണം തന്നിരുന്നെങ്കിൽ മുത്തച്ഛനും മുത്തശ്ശിയും എന്നെയും പരിഗണിക്കുന്നുണ്ട് അവരുടെ കൊച്ചുമകളായിട്ട് എന്ന് എനിക്കും തോന്നത്തില്ലായിരുന്നോ എന്നൊക്കെ അനാമി അങ്ങ് ദേഷ്യപ്പെടുകയാണ് നിന്ന്. അന്നേരം ദേവയാനി പറയും, അവൾക്ക് കുറേ സ്വർണം കൊടുത്താലും സാരമില്ല മോളെ, ഞാൻ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ മോൾക്ക് ഞാൻ ഇഷ്ടം പോലെ സ്വർണ്ണമൊക്കെ തരാമെന്ന്. അത് കേൾക്കുമ്പോൾ അനാമയ്ക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ആ സ്വർണ്ണമൊക്കെ ഏടത്തേക്ക് കരൾ തന്ന പെൺകുട്ടിക്ക് കൊടുത്തിരുന്നെങ്കിൽ വേണ്ടില്ലായിരുന്നു, ഇതിപ്പോൾ ഇവക്ക് കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. ആ പെൺകുട്ടിയെ ഞങ്ങൾക്കാണെ കാണാനേ പറ്റിയില്ല, ജയേട്ടനും ആദർശേട്ടനും ഒന്നും ഞങ്ങളെ കാണിച്ചില്ല എന്നൊക്കെ അവർ രണ്ടുപേരും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നവ്യ താഴേക്ക് വരുമ്പോഴത്തേന് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന അഭിയെയാണ് കാണുന്നത്. അഭിയപ്പം പറയും, നീ ഇങ്ങനെ ഒരുങ്ങി ചമഞ്ഞ് നടന്നു, നിൻ്റെ അനിയത്തിയുടെ മിടുക്ക് കണ്ടില്ലേ, അവൾക്കിപ്പോൾ ഇഷ്ടം പോലെ സ്വർണ്ണമൊക്കെ കിട്ടിയെന്ന് പറയും. അതെന്താ നീ ഇങ്ങനെ പറയുന്നത്, എന്താ സംഭവിച്ചെന്ന് നവ്യയെ ചോദിക്കുമ്പോൾ അഭി പറയും, മുത്തശ്ശിയുടെ കയ്യിൽ കുറേ സ്വർണ്ണം ഉണ്ടായിരുന്നു, അത് മുത്തശ്ശി ആർക്കും കൊടുക്കാതൊക്കെ വെച്ചിരുന്നതാണ്, മുത്തശ്ശൻ ഇടയ്ക്കൊക്കെ ഓരോ ഫംഗ്ഷൻ വരുമ്പോഴും മുത്തശ്ശിക്ക് മേടിച്ചു കൊടുത്തോണ്ടിരുന്ന അതേ ഫാഷൻ പോലും ഇപ്പം കിട്ടാനില്ല, ആ സ്വർണം മുഴുവൻ നിൻ്റെ അനിയത്തിക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ട് കൊടുത്തെന്ന് പറയും. ആണോ, അത് അതിനെന്നാ കുഴപ്പം, അത് നല്ല കാര്യമല്ലേ എന്ന് അഭിയോട് നവ്യ പറയും. നിനക്കെന്താ ഇപ്പം പഴയ പോലെ സ്വർണത്തിനോടൊന്നും ഭ്രമമില്ലേ, നേരത്തെ നീ എങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് അഭി പറയുമ്പോഴത്തേനും നവ്യ പറയും, സ്വർണത്തെക്കാൾ വലുതാടാ സ്വന്തം ഭർത്താവിൻ്റെ സ്നേഹം, അതൊന്നും നീ എനിക്ക് തരുന്നില്ലല്ലോ, പിന്നെ ഞാൻ സ്വർണത്തിനെയൊക്കെ സ്നേഹിച്ചിട്ട് എന്നാ എടുക്കാനാന്ന് പറയുമ്പം അഭി പറയും, നീ ഇങ്ങനെയൊക്കെ നടന്നു, നിൻ്റെ അനിയത്തിക്ക് ഇഷ്ടം പോലെ ആ സ്വർണം കിട്ടിയത്, അമ്മായി ആണെങ്കിൽ അനാമികയ്ക്ക് സ്വർണം കൊടുത്തു, അതുപോലെ മുത്തശ്ശി നിൻ്റെ അനിയത്തിക്ക് സ്വർണം കൊടുത്തു, ഇപ്പം ഒരുപാട് സ്വർണം നിൻ്റെ അനിയത്തിക്ക് മുത്തശ്ശി കൊണ്ട് കൊടുത്തിരിക്കുന്നു, 100 പവനുണ്ട് സ്വർണം എന്നൊക്കെ പറയും. നിന്നെക്കൊണ്ട് എനിക്ക് യാതൊരുവിധ ഉപകാരമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. നിൻ്റെ അനിയത്തി വീട്ടിലേക്ക് പിണങ്ങിപ്പോയതാണോ എന്ന് ആർക്കറിയാം, അതിനുവേണ്ടി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും മുത്തച്ഛനും മുത്തശ്ശി അവളെ സന്തോഷിപ്പിക്കാൻ ആ സ്വർണ്ണം എല്ലാം കൊണ്ട് കൊടുത്തിരിക്കുന്നത്. നീയാണ് ഇവിടുന്ന് പിണങ്ങി പോകുന്നെങ്കിൽ ആരെങ്കിലും തിരിഞ്ഞ് കയറുമായിരുന്നോ നിൻ്റെ അടുത്തോട്ടെന്ന് അഭി ചോദിക്കുമ്പം നവി ചോദിക്കും, നീ വരുമായിരുന്നോ എന്ന് ചോദിക്കും. ഞാൻ ഇവിടുന്ന് പോയാൽ നീ പോലും തിരിഞ്ഞു വരത്തില്ല, ഈയിടെ നീ ഒരു ദിവസത്തേക്ക് എന്നോട് സ്നേഹം കാണിച്ചത് തന്നെ ഒരു ചതിയിലൂടെ അല്ലായിരുന്നോ, എൻ്റെ കുഞ്ഞെന്ന് പോകുമെന്നുള്ള വിചാരത്തിലല്ലേ നീ അന്ന് അങ്ങനെ എന്നെ സ്നേഹിച്ചത്, അല്ലാതെ നിനക്ക് ശരിക്കും ഒരു സ്നേഹമില്ലല്ലോ എന്നൊക്കെ അഭിയോട് നവ്യയും പറയുന്നുണ്ട്. നിന്നോടൊരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അഭി അങ്ങ് പോകും. പിന്നീട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് നവ്യ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. നവ്യ കാണുന്നുണ്ടെ ഗോവിന്ദൻ ഇറങ്ങി വന്ന്, അയ്യോ മോളോ, എന്താ മോളെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ, വീട്ടിലെന്തെങ്കിലും വഴക്കുണ്ടാക്കിയിട്ട് വന്നോ
വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നവ്യ പറയും, ഞാൻ വഴക്കുണ്ടാക്കിയിട്ടൊന്നും വന്നതല്ല, നയനയ്ക്ക് ഇവിടെ കുറേ സ്വർണ്ണമൊക്കെ കൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും കൊടുത്തെന്നറിഞ്ഞു, എന്താ കാര്യമെന്നറിയാൻ വന്നതാ. പിന്നെ ഞാനും ഇവിടെ വന്ന് ഇതുപോലെ കുറേ ദിവസം നിൽക്കുകയാണെങ്കിൽ എനിക്കും കുറച്ച് സ്വർണ്ണമൊക്കെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോവിന്ദൻ പറയും, എൻ്റെ മോൾ ഇവിടെ വന്ന് നിന്നാൽ സ്വർണ്ണം ഒന്നും ആരും കൊണ്ട് തരത്തില്ല, പിന്നെ വെറുതെ അതിനുവേണ്ടി സമയം കളയണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നയന എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ പറയും, നയന കിടക്കുകയാണെന്ന് പറയും. എന്താ അവൾക്ക് വല്ല അസുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, അവൾക്ക് അസുഖമൊന്നുമില്ല, എന്നാലും അവൾ കിടക്കുക, നീ അകത്തേക്ക് വരാൻ പറയും. അപ്പം നയന അകത്തിങ്ങനെ കിടക്കുമ്പോഴാണ് നവ്യ അങ്ങോട്ട് വരുന്നത്. എന്താ മോളെ, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിനക്ക് എന്താണ് ഈ പറ്റിയേ എന്ന് ചോദിക്കുമ്പോഴത്തേന് എനിക്ക് വയ്യാഴിക എന്നൊക്കെ ഉള്ള പരുവത്തിൽ നയനയും പറയുന്നുണ്ട്. നീ എന്താ ഇങ്ങനെ കിടക്കുക തന്നെ ചെയ്യുന്നെന്ന് പറയുമ്പോൾ നയന പറയും, എന്നാൽ ഞാൻ എഴുന്നേറ്റിരിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങുമ്പോഴത്തേന് നവ്യയും താങ്ങി കൊടുക്കുന്നുണ്ട്. അന്നേരം നയന വയറയിൽ ഇങ്ങനെ അമ്മയ്ക്ക് പിടിച്ച് അയ്യോ എന്നൊക്കെ ഉള്ള പരുവത്തിൽ കരയുന്ന ഉടനെ നവ്യ ചോദിക്കും, എന്താ പറ്റി എടി, എന്താ നിനക്ക് വയറ്റിൽ എന്നാ പറ്റിയതാണെന്ന് ചോദിക്കും. അത് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞതാണെന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, എനിക്ക് സംശയമുണ്ടായിരുന്നു, അമ്മായിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ നീ അങ്ങോട്ട് വന്നിട്ടില്ല, ശബരിമലയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞ് നീ അങ്ങോട്ട് വന്നാൽ മതി, അതിനു മുമ്പ് വരണ്ട എന്നൊക്കെ അമ്മായി പറഞ്ഞെന്ന് അറിഞ്ഞിട്ടും നീ വരാതിരുന്നതിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, നീയാണോ അമ്മായിക്ക് കരൾ കൊടുത്തെന്ന് ചോദിക്കും. ഇനിയും ചേച്ചിയോട് പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഞാനാണ് അമ്മയ്ക്ക് കരൾ കൊടുത്തെന്ന് പറയും. അത് അവർക്കറിയാവോ എന്ന് ചോദിക്കും. ഇല്ലെന്ന് പറയും. എനിക്കിപ്പോൾ ആ വീട്ടിലെ എല്ലാവരോടും ദേഷ്യമാണ് തോന്നുന്നത്, എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തി തന്നെയാണ് സംസാരിക്കുന്നത്, അനാമികയും ചെറിയമ്മയും എല്ലാവരും. ഇപ്പോൾ നിനക്ക് വേണ്ടി ഈ മുത്തശ്ശനും മുത്തശ്ശിയും ഈ സ്വർണം കൊണ്ടുവന്നത് തന്നെ അവിടെ ചർച്ചയായിട്ടുണ്ടെന്ന് പറയും. ഇപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ അബിയുടെ സ്വഭാവം ഒക്കെ എങ്ങനെയാ, നിന്നോട് സ്നേഹമൊക്കെ ഉണ്ടോ ചേച്ചി എന്നൊക്കെ ചോദിക്കും. അവൻ്റെ സ്വഭാവം പഴയ പോലെ തന്നെയാ, ഒരു സ്നേഹവും ഇല്ല. ഒരു ദിവസത്തേക്കൊക്കെ അവൻ സ്നേഹിച്ചത് എൻ്റെ കുഞ്ഞിനെ അന്ന് കളയുമെന്ന് ഓർത്ത് തന്നെയാണ്. അന്ന് അമ്മായി അതെടുത്ത് കുടിച്ചില്ലായിരുന്നെങ്കിൽ ആ പാല് ഞാൻ കുടിക്കുക, എൻ്റെ കുഞ്ഞിന് അപകടം ഉണ്ടാകുകയൊക്കെ ചെയ്യില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് കേട്ടുകൊണ്ടാണ് കനക അങ്ങോട്ട് വരുന്നത്. ആഹാ, അപ്പം ഇത്രയും ദിവസം അവൻ ഇങ്ങനെയൊക്കെ കാണിച്ചത് അഭിനയമായിരുന്നല്ലേ മോളെ, നിന്നോട് അവന് ശരിക്കും സ്നേഹമൊന്നും ഇല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നവ്യ പറയും, അങ്ങനെയാ അമ്മ എന്നൊക്കെ, ശരിയാണ്, അവന് സ്നേഹമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അച്ഛൻ അറിയാമെന്ന് ചോദിക്കും. അച്ഛൻ അറിയാം, അച്ഛൻ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ അത് മനസ്സിലാക്കിയതാണെന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദൻ അങ്ങോട്ട് വരും. ഗോവിന്ദനോടും ചോദിക്കുന്നുണ്ട് കനക, അഭിയുടെ സ്നേഹമൊക്കെ വെറും അഭിനയമായിരുന്നെന്ന് ഗോവിന്ദേട്ടൻ അറിയാമായിരുന്നെന്ന്. എനിക്കറിയാമായിരുന്നു, പിന്നെ നിന്നെയും കൂടെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനതൊന്നും പറയാതിരുന്നെന്ന് പറയും. എന്തായാലും മോള് ഈ സത്യം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് പോകണ്ട, ഇവിടെ നിന്നു, മോളുടെ വയറ്റിൽ കിടക്കുന്നത് സ്വന്തം കുഞ്ഞാണെന്ന് ഉറപ്പില്ലാത്ത അവൻ്റെ കൂടെ ഇനി മോള് പോയി ജീവിക്കുകയൊന്നും വേണ്ട എന്ന് കനക പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആ വീട്ടിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അമ്മേ, ഇപ്പോൾ ഇവൾ ഈ ചെയ്ത പ്രവൃത്തിയും കൂടെ ആയപ്പോൾ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ അവകാശം ഞങ്ങൾക്ക് തന്നെയാണ്, അതുകൊണ്ട് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഒരിക്കലും ഇറങ്ങി പോരില്ല എന്ന് പറയും. ദേവയാനിയുടെ അടുത്തേക്ക് വരുന്ന ആദർശ് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ജ്യൂസ് വല്ലതും വേണമെന്ന്. എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ദേവയാനി ഇങ്ങനെ കിടക്കും. എന്നിട്ട് പറയും, നീ കണ്ടിട്ടില്ലേ മുത്തശ്ശിയുടെ കയ്യിൽ ഇരിക്കുന്ന സ്വർണ്ണങ്ങളൊക്കെ, ആ സ്വർണ്ണത്തിൽ എനിക്ക് ഒരു നോട്ടം ഉണ്ടായിരുന്നു, ഞാനത് ചിലതൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. നിൻ്റെ ഭാര്യ വലിയ ഡിസൈനറല്ലേ, അവളെ കൊണ്ട് പോലും അതൊന്നും വരയ്ക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും നല്ല ഡിസൈനായിരുന്നു, പഴയ സ്വർണ്ണമാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയും. അത് ഞാൻ നോക്കി വെച്ചിരുന്നതാണ്, അതല്ലേ അമ്മയെ അച്ഛനോടെ കൊണ്ടുപോയി നയനയ്ക്ക് കൊടുത്തത്, എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പറയും. ഞാനിതൊന്നും അറിഞ്ഞതല്ല അമ്മേ, എന്നോട് ഇതൊന്നും മുത്തശ്ശൻ പറഞ്ഞുമില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുമില്ലെന്ന് പറയും. എന്തായാലും അച്ഛൻ അങ്ങനെ ചെയ്ത സ്ഥിതിക്ക് കുറച്ചൊക്കെ അനാമിക മോൾ കൂടെ കൊടുക്കണ്ടായിരുന്നു, ആ കുട്ടിയെ അവിടെ നിർത്തിക്കൊണ്ട് മുഴുവൻ സ്വർണവും കൊണ്ടുവന്ന് നയനയ്ക്ക് കൊടുത്തത് ഒട്ടും ശരിയായില്ലെന്ന് ദേവയാനി പറയും. അത് കേൾക്കുമ്പോഴത്തേന് ആദർശിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും ഗോവിന്ദൻ അത് മുഴുവൻ വിറ്റ് കടമൊക്കെ വീട്ടുവാരിക്കും എന്ന് പറയുമ്പോഴത്തേന് ആദർശ് പറയുന്നുണ്ട്, അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആ സ്വർണ്ണമൊന്നും അവരെടുക്കാറില്ലെന്ന്. എന്തായാലും നിനക്കതിൽ പ്രശ്നമൊന്നും കാണുകയില്ല, നിൻ്റെ ഭാര്യയ്ക്കല്ലേ ആ സ്വർണ്ണം എല്ലാം കിട്ടിയത് എന്ന് പറയുമ്പോഴത്തേന് ആദർശ് പറയും, അമ്മേ നമ്മൾ സ്വർണം കണ്ട് കൊതി തീർന്നവരാണ്, അതുകൊണ്ട് വീണ്ടും സ്വർണം കാണുമ്പോൾ അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഞങ്ങൾക്ക് തോന്നാറില്ലെന്ന് പറയും. ഇനിയിപ്പം നീ ശബരിമലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവൾ വന്നില്ലല്ലോ എന്ന് വിചാരിച്ചായിരിക്കും അമ്മയും അച്ഛനും കൂടെ അവളെ സോപ്പിടാനായിട്ട് ആ സ്വർണ്ണം എല്ലാം കൊണ്ട് കൊടുത്തതെന്ന് ദേവയാനി പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ലമ്മേ, അവൾ ഇങ്ങനെ വന്നോളുമെന്ന് ആദർശ് പറയുന്നുണ്ട്. അവൾ വന്നാലും വന്നില്ലേലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, കഴിവതും വരാതിരിക്കണേന്നാണ് എൻ്റെ പ്രാർത്ഥനയെന്ന്
ദേവയാനി പറയുമ്പം സങ്കടത്തോടെ നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.